ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസിന്റെ ലൈവാണ് കേട്ടോ. നമ്മൾ ഈ സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ് എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കുന്ന സിമ്പിൾ ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മുടെ എസ് ചെയിന്, പിന്നെ അതുപോലെ ഉർവശി, ബോംബെ ചെയിന്, കയർ, പിന്നെ അല്ലാത്തതെന്ന് റെയിൽ ചെയിൻ എന്നൊക്കെ പറയുന്ന റെയിൽ ചെയിൻ എന്നതുണ്ട്. അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും നമ്മൾ സാധാരണ കാണിക്കുന്ന ലൈവ് എന്ന് പറയുന്നത്, സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നോർമലി കാണിക്കുന്ന സിമ്പിൾ ചെയിൻസിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡിഫറൻസ് വരുന്ന, ഡിസൈൻ ഡിഫറൻസ് വരുന്ന കുറച്ച് കളക്ഷൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ് എന്ന് പറഞ്ഞ പേര് നമ്മൾ ഇടുന്നത്. അപ്പം ലൈവിലുള്ളവർ ഒന്ന് പെട്ടെന്ന് കയറണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് ഇങ്ങടെ വിടണേ, മറക്കല്ലേ. ഞാൻ അപ്പോൾ മീൻവൈൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വിടട്ടെ. മഞ്ജു മിഥുൻ, സുഖമാണ് മഞ്ജു. സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസിന്റെ ലൈവാണ് കേട്ടോ, സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ്. ലിസ വിൽസൺ ഹായ്. മായ മേനോൻ ഹായ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസിന്റെ കളക്ഷൻസ് ആണ്. എത്ര ഉണ്ട് നോക്കാം? 24 കളക്ഷൻസ് ഉണ്ട് നമുക്ക് മൊത്തം. പെട്ടെന്ന് കാണിച്ചു പോകാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അതിന്റെ കോഡ് നിങ്ങൾ നോട്ട് ചെയ്യണം, മറക്കരുത്. പണമാല കാണിക്കുന്നുണ്ട്, കാരണം കുറെ നാളെ നമ്മൾ പണമാല കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കരിമണിമാല കാണിക്കുന്നുണ്ട്. കരിമണിമാല കോറൽ മിക്സ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. കോറൽ മാലകൾ കാണിക്കുന്നുണ്ട്. ഗ്യാരണ്ടീഡ് പേൾ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. പേളിന്റെ ചെയിൻസ് ആണ് കേട്ടോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോർമൽ സിമ്പിൾ ചെയിൻസിനകത്ത് തന്നെ വരുന്ന സിമ്പിൾ ചെയിൻസിന്റെ ഡിസൈൻസ് ഉള്ള കളക്ഷൻസ്, എസ് ചെയിന്റെ വെറൈറ്റീസ് കളക്ഷൻസ്, റെയിൽ ചെയിൻസ്, പിന്നെ അതുപോലെ എസ് ചെയിൻ കുറച്ച് വലുതായിട്ടുള്ളത്, പിന്നെ 12 പിടി കളക്ഷൻസ്, അതൊക്കെ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് കാണിക്കുന്നത്. ഇല്ലമ്മേ, പാട്ടൊന്നുമില്ല, ഇപ്പോഴത്തേക്ക് പാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജിൽന കെ സി ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാറ്റർഡേ ആണ് ഇന്ന്. സാറ്റർഡേ നമ്മളുടെ സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസിന്റെ കളക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രീജ രമേശ് ഹായ്. അപ്പോൾ SP സീരീസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. S ഫോർ സ്പെഷ്യൽ, P ഫോർ പാറ്റ്ന. ലേഖ സുരേഷ് ഹായ്. തല കറങ്ങുന്നു. ഓക്കെ, SP അച്ഛനെ എന്ത് പറ്റിയത്? നേരത്തെ ആണല്ലോ. അതെന്താണെന്നറിയോ, ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന്റെ കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ പാട്ടും സംഭവങ്ങളൊക്കെ കാണും. പിന്നെ മാത്രമല്ല, ശനിയാഴ്ച സാധാരണ ഞങ്ങൾ ഒരു 7 മണി സമയത്തായിരിക്കും എപ്പോഴും ലൈവ് വരാറ്. ഞായറാഴ്ച ആയിരിക്കും 3 മണിക്ക് വന്ന്. അപ്പോൾ ഇവിടെ അടുത്ത കല്യാണത്തിന്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സെലിബ്രേഷൻസും ബഹളങ്ങളും ഒക്കെ പുറത്ത് കാണുമ്പോൾ നമുക്ക് ലൈവ് പ്രോപ്പർലി ചെയ്യാൻ പറ്റില്ല. അതിന്റെ എന്തെങ്കിലുമൊക്കെ പാട്ടും ഡിസ്ട്രാക്ഷൻസും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് നമ്മൾ ലൈവ് വന്നത് കേട്ടോ, വേറൊന്നുമല്ല. ഉഷാകുമാരി ഹായ്. പ്രസന്ന ചന്ദ്രൻ ഹായ്. സുനിമോൾ TR ഹായ്. സുജ സൂക്ഷ്മജിത്ത് ഹായ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാർത്തിക കൃഷ്ണനുണ്ണി ഹായ്. ശ്രീജ രമേശ് താങ്ക് യു സോ മച്ച്. ഡിസൈൻഡ് ആൻഡ് സ്റ്റൈൽഡ് ബൈ ഷബൈനാഥ്. സാരി അല്ല, ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ SP01 ആണ് ഫസ്റ്റ് സെറ്റ്. നമ്മുടെ കരിമണിയിലുള്ള ചെയിൻ ആണ് സെറ്റ്. 8 പിടിയാണ്. 8 പിടി സെറ്റാണ്. 490 റുപ്പീസ്, 490 രൂപ. SP01 ആണ്. SP01, S ഫോർ സിമ്പിൾ, P ഫോർ പാറ്റ്ന. SP01 ആണ്. 490 റുപ്പീസ്. 8 പിടി ചെയിൻ ആണ്. നോർമൽ ആയിട്ടുള്ള നമ്മുടെ കരിമണിയുടെ ഇത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ, ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. SP01 490 റുപ്പീസ്. 8 പിടി 490. പെട്ടെന്ന് കാണിക്കാം. സിമ്പിൾ ചെയിൻസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ക്ലോസപ്പിൽ അതിന്റെ ഒരു ഡിസൈൻ കാണിച്ചാൽ മാത്രം മതി, ഇടേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, 8 പിടി എന്ന് പറഞ്ഞാൽ ചിന്നപ്പാന്ന് സ്വിച്ചിട്ടേ
SP01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല SP01 അല്ല, 8 പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പിടി വരും കേട്ടോ. ഇങ്ങനെ 1 2 3 4 5 6 7 8 കേട്ടോ, 8 പിടി, അതായത് 24 ഇഞ്ച് വരും കേട്ടോ. 24 ഇഞ്ച് 490 രൂപ, 490 റുപ്പീസ്. അടുത്തത് SP02 ആണ്. ഇതും 8 പിടി തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ ചെയിൻ ആണ്. നമ്മുടെ നോർമൽ ഡിസൈനിൽ വരുന്ന, നോർമൽ ഡിസൈൻ ഇൻ ദ സെൻസ് നോർമൽ ഗോൾഡ് ഡിസൈനിൽ വരുന്ന, അതിൽ ഒരു സ്പെസിഫിക് ഡിസൈൻ വരുന്ന ഇങ്ങനത്തെ സെറ്റാണ് കേട്ടോ. ഞാൻ ക്ലോസപ്പ് കാണിക്കാൻ. ഡിസൈൻ SP02 790 റുപ്പീസ്. ഇതാണ് ഡിസൈൻ. 790 ഹാർട്ടും പിന്നെ ഒരു ചെയിനും കൂടെ വരുന്ന ടൈപ്പ്. 790 റുപ്പീസ്, 790 രൂപ, 790 രൂപ, 790 റുപ്പീസ്. SP02 790 റുപ്പീസ്, SP02 8 പിടിയാണ് കേട്ടോ. 8 പിടി, ഇതേ ഇത്രയും നീളമുണ്ട്. 8 പിടി SP02. ഷൈജ സന്തോഷ് ഹായ്. SP02 ആണ്. 8 പിടി, 8 പിടി SP02, 8 പിടി SP02 790 റുപ്പീസ്. അടുത്തത് SP03 ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ എസ് ചെയിന്റെ വെറൈറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതിനകത്ത് എസ് ചെയിനിൽ വെട്ട് പോലത്തെ ഡിസൈൻ ആണ് വരുന്നത്. നോക്കിക്കേ, ഈ ഡിസൈൻ കണ്ടോ, എസ് ആണ് വരുന്നത്. ആ എസ്സിൽ ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്നുണ്ട്. നോർമൽ എസ് ചെയിൻ അല്ല, അതും നമ്മുടെ നോർമൽ എസ് ചെയിനകത്തെ ഡിസൈൻ എസ് കുറച്ച് വലുതാണ്. ഒന്നുമില്ല, എസ് ചെയിൻ കുറച്ച് വലിപ്പം ഉണ്ടാവും. ഇത് കുറച്ച് തിന്നായിട്ടുള്ള എസ് ചെയിൻ ആണ്. അതിൽ ഇങ്ങനെ വര പോലത്തെ ഡിസൈൻ. ഓക്കെ. SP03 690 റുപ്പീസ്, 690. അജിത കുമാരി ഹായ്, 690 രൂപ. വിദ്യ വിനോദ് ഹായ്. ബ്രിജിത മഞ്ജു ഹായ്. SP03 ആണ്, 790 റുപ്പീസ്. ഇതും 8 പിടിയാണ്, 8 പിടിയാണ് കേട്ടോ. SP09 സോറി SP03. സീന രാജൻ ഹായ്, സീനു രാജൻ ഹായ്. SP03 ആണ്, 690 റുപ്പീസ്, 8 പിടി, 690, 690 കേട്ടോ, 690, 690. അടുത്തത് SP04 ആണ്. ഇത് 12 പിടി. കുറേ നാള് കൂടിയാണ് നമ്മൾ 12 പിടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും എസ് ചെയിൻ തന്നെയാണ്. എസ് ചെയിൻ തന്നെയാണ്. ഇത് ഡിസൈൻ കണ്ടോ, കണ്ടോ, ഇതാണ് ഡിസൈൻ. ലീന രാമചന്ദ്രൻ ഹായ്. സ്മിത വിൻസെന്റ് ഹായ്. SP04 ആണ്, 890 റുപ്പീസ്, 890, 890 രൂപ, 890. 8 ബി ആണോ പി ആണോ? പി. ലേഖ സുരേഷ് പി ആണ്. P ഫോർ എന്താ പറയണ്ടേ, P ഫോർ പോട്ട്. ജയശ്രീ അജിത് ഹലാങ്കർ ഹായ്. കുറെ നാളായല്ലോ കണ്ടിട്ട്. കരിമണിമാല ഉണ്ട്. ഷൈന ഷാജർ. കരിമണിമാല വേറെയും ഡിസൈൻസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ കരിമണിമാല മാത്രമാണ് ആദ്യമേ കാണിച്ചത്. വേറെയും ഡിസൈൻസ് വരുന്നുണ്ട്, പണമാലയൊക്കെ വരുന്നുണ്ട്. നല്ല കളക്ഷൻസ് ആണ്, ആരും പോവരുത്. SP04 890, 12 പിടി കേട്ടോ. 12 പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം ഏകദേശം ഇത്രയും വരും. ഇത്രയും ലെങ്ത്തിൽ നിൽക്കും കേട്ടോ, ഇത്രയും ലെങ്ത്തിൽ. SP04 ആണ്, 890 റുപ്പീസ്, 890 രൂപ, 890. SP04 890, 890 രൂപ. SP04 ആണ് കേട്ടോ, 4. അടുത്തത് SP05 ആണ്. ഇതും എസ് ചെയിന്റെ വെറൈറ്റി ആണ്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, എസ് ചെയിനിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ 8 പിടിക്കാത്ത എസ് ചെയിനിൽ വര പോലത്തെ ഡിസൈൻ ആയിരുന്നു നമ്മൾ ആദ്യത്തെ വെറൈറ്റി. പിന്നെ ഞാൻ ഇപ്പൊ കാണിച്ച SP05 ആണ് അടുത്തത്, 12 പിടിയുടെ. ഇതും SP05 ആണ്, 970 അഗെയിൻ, 12 പിടി. നോക്കിക്കേ, അതിന്റെ ഡിസൈൻ കണ്ടോ, ആ എസ്സില് പ്രിന്റ് ഇലയുടെ പോലത്തെ പ്രിന്റ് ഉണ്ട്, ഇല പോലത്തെ പ്രിന്റ് വന്നിട്ടുണ്ട്. ജയശ്രീ താങ്ക് യു. SP05 970 റുപ്പീസ്, 12 പിടി. 12 പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 32 ഇഞ്ചോ 34 ഇഞ്ചോ എങ്കിലും വരും. 36 ഇഞ്ചായിരിക്കും കേട്ടോ. ആരാധി കുട്ടിക്കൊരു ഹായ് പറയണേ. ഹായ്. ആരാധി എന്നാണോ ആരാധ്യ എന്നാണോ രാജശ്രീ ഒന്ന് പറയണേ, കറക്റ്റ് ആണേ, കറക്റ്റാക്കി പറയണേ. SP05 970 റുപ്പീസ്, 12 പിടി കേട്ടോ. എല്ലാം യു കൊളുത്താണ് കേട്ടോ. യു അല്ലെങ്കിൽ W എന്നൊക്കെ പറയും. SP05 970, 970 രൂപ, 970. സതിരാജൻ താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ ഇതിനെന്താ നിങ്ങളുടെ സ്ഥലത്ത് എന്താ പേര് പറയുന്നത് എനിക്ക് അറിയത്തില്ല. റെയിൽ ചെയിൻ പോലെ ഇരിക്കുന്ന ചെയിനാണ്. ആർക്കെങ്കിലും ഇതിന്റെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. SP06 990, ഇത് 10 പിടിയാണ് കേട്ടോ. കുമാരി ഹായ്. SP06 ആണ്, 990 റുപ്പീസ്. ഡിസൈൻ ഇതാണ്. ആർക്കെങ്കിലും ഇതിന്റെ പേര് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ്.
SP06 ആണ്. ഇത് പരന്നതല്ല, കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, പരന്ന ടൈപ്പ് അല്ല, കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇതിന്റെ പേര് ആർക്കെങ്കിലും, എനിക്ക് റെയിൽ ചെയിൻ പോലെ തന്നെയാണ് ഇത് തോന്നുന്നത്, പക്ഷെ എനിക്ക് ഉറപ്പില്ല. ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ ഒന്ന് പറയൂ. SP06 990 റുപ്പീസ്. 10 പിടിയുടെ ചെയിനാണ്, അതായത് 30 ഇഞ്ച്. SP06 ആണ്, 6 ആണ് കോഡ്. 990 റുപ്പീസ്, 990 രൂപ. ഷെയർ ചെയ്യണേ എല്ലാവരും, പുതിയതായിട്ട് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണേ. 990 റുപ്പീസ് SP06. വെൽമ ആനന്ദ്, വെൽമേച്ചി ഇല്ല, ലേറ്റ് ആയിട്ടില്ല, 6ാമത്തെ സെറ്റ് ആയതേ ഉള്ളൂ കേട്ടോ. അടുത്തത് 7ാമത്തതാണ്. ആ 6ാമത്തെ സാധനത്തിന്റെ ഞാൻ കാണിച്ചതിന്റെ ഡിസൈൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ. ഇതാണ് ഡിസൈൻ. ആരാധ്യ, ഓക്കെ, ആരാധ്യ കുട്ടി ഹായ്. ഇതിന്റെ ഡിസൈനിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ പ്ലീസ്. SP06ന്റെ ഡിസൈൻ. അത് ആരെങ്കിലും ഒരാളൊന്ന് കമന്റ് ചെയ്താൽ മതി, എന്നിട്ട് ഞാൻ അടുത്തതിലോട്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ ആയിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അയ്യോ, അത് അടുത്തത് SP07 ആണ്, 970 റുപ്പീസ്. ഇത് റെയിൽ ചെയിൻ ആണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. SP07 970. SP07 970. ഇത് 8 പിടിയാണ് കേട്ടോ, 8 പിടി. SP07 ഇത് 8 പിടിയാണ്. SP07 റെയിൽ ചെയിൻ ആണ്. SP07 7ാമത്തെ കോഡാണ്. SP07 970. ഇതും 970 ആണ്. SP06 കാണിച്ചത് 990 ആണ് കേട്ടോ, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? SP06 990. ഇത് SP07 ആണ്, 970 റുപ്പീസ്. 970. SP07 970. അടുത്തത് SP08 ആണ്. സിമ്പിൾ ആയിട്ടുള്ള നല്ല ഗ്യാരണ്ടീഡ് പേൾ ബീഡ്സിന്റെ ഡബിൾ ലെയർ, നല്ല ഭംഗിയുള്ള മാല. ഓക്കെ ആണെന്ന് പറയുന്നത്. ഡ്രസ് കളർ ആൻഡ് നെക്ക് ഡിസൈൻ സൂപ്പർ. താങ്ക് യു വെൽമേച്ചി. SP08 ആണ്, 770 റുപ്പീസ്. നോർമൽ ആയിട്ടുള്ള ഡബിൾ ലെയർ ഗ്യാരണ്ടീഡ് പേൾ മാല. റിയൽ പേൾ അല്ല, എടുത്ത് പറയുന്നു, റിയൽ പേൾ അല്ല കേട്ടോ. SP08 ആണ്, 770 റുപ്പീസ്. 770. SP08 770. 8 പിടിയാണ് കേട്ടോ. ഇത് ഗ്യാരണ്ടീഡ് പേളിന്റെ ഡബിൾ ലെയർ മാല. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വെൽഡ് ചെയ്ത്, ആ ഒരു ഇങ്ങനെ ഇത് ഒട്ടിയാണ് കിടക്കുന്നത് കേട്ടോ. അത് ഡാമേജ് ഒന്നും അല്ല, കാരണം മാല നമ്മൾ ഇടുമ്പോഴത്തേക്ക് അതിങ്ങനെ പിണഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇടയ്ക്കത്തെ ഒരു ഭാഗം കൊണ്ട് അത് നമ്മൾ ഇങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. റിൻറ്റു വിനോദ് ഹായ്. നോക്കിക്കേ, SP08 ആണ്, 770. SP08 770 770 770 റുപ്പീസ്. 8 പിടിയാണ്. അടുത്തത് SP09 ആണ്. നല്ല നല്ല ഡബിൾ ലെയർ ആയിട്ടുള്ള ആ മുന്നേ കാണിച്ച പോലത്തെ മാല പോലെ തന്നെ അതിന്റെ കളർ വെറൈറ്റി ആണ്. നല്ല റെഡ്, നല്ല ബ്ലഡ് റെഡ് ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഷെയ്ഡാണ്. താങ്ക് യു വിദ്യ വിമൽ. കുറെ നേരമായ. ലക്ഷ്മി KL ഇല്ലടാ, നമ്മളിത് 9ാമത്തെ സെറ്റായി. പ്രേമ മാം ഹായ്. SP09 ആണ് ഇത്. SP09 670 റുപ്പീസ്. 670. ഇത് നോക്കിക്കേ, നല്ല മുത്തുമാല, നല്ല ഗോൾഡും പിന്നെ അതുപോലെ തന്നെ റെഡും കൂടെ ചേരുന്ന ഡബിൾ ലെയർ മണിമാല. SP09 670. SP09 670. വീണ രാഖി ഹായ്. 670 മണിമാല, ഗോൾഡ് ആൻഡ് റെഡിന്റെ മണിമാല. നോക്കിക്കേ, നല്ല ഭംഗിയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. SP09 ആണ്, 670 റുപ്പീസ്. സുഖമാണ് ഗീത. അടുത്തത് SP10 ആണ്. ഞാൻ പറഞ്ഞില്ലേ കരിമണിയും കോറലും കൂടെ വരുന്ന ഒരു കളക്ഷൻ ഉണ്ടെന്ന്, അതാണ് ഇത് ഇപ്പൊ കാണിക്കുന്നത്. നല്ല പ്രിറ്റി സെറ്റാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വട്ടക്കണ്ണിക്കൊളുത്താണ്. യു കൊളുത്ത് വേണ്ടവർ അത് പറയണം കേട്ടോ. SP10 ആണ്, 870. യു കൊളുത്ത് വേണ്ടവർ പറയുക. SP10 ആണിത്, 870 റുപ്പീസ്. 870. ഇത് ഇങ്ങനെ കരിമണി, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ബോംബെ ചെയിൻ പ്ലസ് ഒരു ചെറിയൊരു ബോൾ വരുന്നു. കണ്ടോ, ഇതുപോലത്തെ ബോൾ വരുന്നു. പിന്നെ കോറൽ ബീഡ്സ് വരുന്നു. ഇതാണ് സെറ്റ്. രേണുക അജിത് ഹായ്. സുധ ആർ ഹായ്. SP10 870. 8 പിടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലോക്കറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു മാല
ഒരു നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു മാല തന്നെ ആക്കാനായിട്ട് പറ്റുന്ന ഒരു സെറ്റാണ്. SP10 ആണ് 870. വട്ടക്കണ്ണിക്കൊളുത്താണ്. യു കൊളുത്ത് വേണ്ടവർ പറയുക. SP10 ആണ് 870. SP10. അടുത്തത് SP11 ആണ്. അതിന്റെ തന്നെ അതുപോലത്തെ തന്നെ കരിമണി ഫുള്ളും ഉള്ളതാണ്. മറ്റേതിനകത്ത് കോറൽ ബീഡും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇത് പക്ഷെ കരിമണി മാത്രമേ ഉള്ളൂ. SP11 ആണ് 870. SP11 870. SP11 870. SP11 ആണ് 870 കേട്ടോ. 870 870 രൂപയാണ്. SP11 ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ വട്ടക്കണ്ണിക്കൊളുത്താണ്. വട്ടക്കണ്ണിക്കൊളുത്ത് വരുമ്പോൾ അതിന്റെ യു കൊളുത്ത് വേണ്ടവർ അത് പറയുക. ഓക്കെ. SP11. അടുത്തത് SP12 ആണ്. ഞാൻ മുന്നേ കാണിച്ച ആ ഒരു റെഡ് ബീഡിന്റെ മണിമാലയില്ലേ, അതിന്റെ തന്നെ നല്ല ഗാർണറ്റ് പോലെ ഷെയ്ഡ് വരുന്ന ഡാർക്ക് ഓറഞ്ച് ആണ്. പേൾ മാല ഷോർട്ട് ഉണ്ടോ? ഇല്ല. 8 പിടിയുടെ മാല മാത്രമേ ഉള്ളൂ. പേൾ മാല ഞാൻ കാണിച്ചത് ഷോർട്ട് ഇല്ല കേട്ടോ, വീണാരാഖി. ഇപ്പൊ കാണിക്കുന്നത് SP12 ആണ് 670 റുപ്പീസ്. എഗെയിൻ 8 പിടി നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഓറഞ്ച് ഒക്കെ ഷെയ്ഡ് ആയിട്ടുള്ള വരുന്നതാണ്. ഓറഞ്ച് അല്ല, റെഡ് തന്നെയാണ് കേട്ടോ. അല്ല, കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് ഓറഞ്ച് ആണ്. SP12 ആണ് 670. SP12 670 കേട്ടോ. മണിമാല ഡാർക്ക് റെഡ് ബീഡ്സിന്റെ മണിമാല. SP12 670. അടുത്തത് SP എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. ശരിയപ്പിള്ള ഇല്ല ലേറ്റ് ആയിട്ടില്ല. 12ാമത്തെ സെറ്റ് വരെ ആയിട്ടുള്ളൂ. ഓക്കെ. പ്രമീള മോഹനൻ ഹായ്. റീന തങ്കച്ചൻ ഹായ്. SP14 ശരിക്കും പറഞ്ഞ SP12 തന്നെ ആയിപ്പോയി ആണ്. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം SP14 ഇല്ല. SP12 കഴിഞ്ഞിട്ട് SP15 ആണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന സെറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. കരിമണി മാലയിൽ നമ്മൾ ഇതൊരു ആന്റിക് ഷെയ്ഡ് വരുന്ന കരിമണി മാലയാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ആന്റിക് ഷെയ്ഡ് വരുന്ന കരിമണി മാല കേട്ടോ. SP15 ആണ് 790 റുപ്പീസ്. ഒരു ദുഃഖത്തിലാണ് അർച്ചന. ഞങ്ങൾ മിഥു എന്ന മോൻ മരിച്ചു. ഇവിടെ അടുത്തുള്ള സ്കൂളാണ്. അയ്യോ സോറി സുധാർ. വിഷമമുള്ള ന്യൂസാണ്. നമുക്ക് ഇങ്ങനത്തെ ഉള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം വരും. എന്തായാലും കണ്ടോളൻസസ് സുധാ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പ്രാർത്ഥിക്കാൻ നമുക്ക്, അതല്ലേ പറ്റുള്ളൂ. മിഥു അല്ലേ? ഓക്കെ. ജയ്മോൾ രജി ഹലോ. സുജ രജീഷ് ഹായ്. ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് SP15 ആണ്. SP15 790 റുപ്പീസ്. ഇത് ആന്റിക് ബീഡ്സ് ആണ് കേട്ടോ. ഈ ഒരു ബോൾസ് എന്ന് പറയുന്നത്, അതായത് ഇതിനകത്തെ ഗോൾഡിന്റെ ബീഡ്സ് വന്നിട്ട് ആന്റിക് ഷെയ്ഡ് ആണ്. SP15 ആണ് 790. SP15 15ാമത്തെ കോഡാണ് 790 റുപ്പീസ്. SP15 15ാമത്തെ കോഡ് 790 റുപ്പീസ്. SP15 15 കേട്ടോ. അടുത്തത് SP16 ആണ്. ഇതും അതുപോലത്തെ തന്നെ നല്ല റെഡ്, നല്ല ബ്ലഡ് റെഡ് ഷെയ്ഡിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നതാണ്. SP16 ആണ്. അഗെയിൻ സെയിം റേറ്റ് 790. ഹോപ്പ് ഐ ഡിഡ്ന്റ് മിസ് മച്ച്. പ്രേമ മാം, നൗ യു ഹാവ് റീച്ച്ഡ് ലൈക്ക് ഇപ്പോൾ 15 ആയി. അതിന് മുന്നത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ റീവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ മാം, മിസ് ആക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇത് SP16 ആണ് 790 റുപ്പീസ്. അഗെയിൻ 8 പിടി നല്ല റെഡിന്റെ ഡബിൾ ലെയർ മാലയാണ്. ഇതും നല്ല രസമായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു മാലയുടെ അറ്റത്ത് ചെറിയ ഗുരുവായൂരപ്പൻ ലോക്കറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. SP16 790. SP16 ആണ് 790 കേട്ടോ. 790 SP16.
അടുത്തത് SP17 ആണ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു നല്ല ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. പക്ഷെ ഇതിനകത്ത് ബീഡ്സ് കളറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇതിനകത്ത് ഗോൾഡ് അധികം വരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ കളർ മാലയൊക്കെ ഇടാൻ താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. SP17 690 റുപ്പീസ്. 690 8 പിടി നല്ല ഭംഗിയുള്ള കുഞ്ഞു 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 ബീഡ്സ് വരുന്ന പതക്കം ചെയിൻ ഉണ്ടോ? ഗീത ഏത് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വാട്സപ്പ് ചെയ്യുമോ? എന്തെങ്കിലും റെഫറൻസ് പിക്ക് വെച്ചിട്ട് പതക്കം ഇടാൻ പറ്റുന്ന ചെയിൻ എന്ന് പറയും, അങ്ങനത്തതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് നമുക്ക് പല ചെയിനുകൾ ഉണ്ടല്ലോ. അപ്പം അത് ഏറ്റവും നല്ലത് നമ്മുടെ സിമ്പിൾ ചെയിൻസിന്റെ ലൈവ് നോക്കുന്നതായിരിക്കും. അതല്ല ഏതെങ്കിലും സ്പെസിഫിക് ചെയിൻ ആണ് നോക്കുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യൂ കേട്ടോ പിക്കുമായിട്ട്. SP17 690 റുപ്പീസ്. നല്ല ഭംഗിയുള്ള ബീഡ്സ് വരുന്ന മാല. അതെ, ഇതും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞാൽ കണ്ട. താങ്ക് യു പ്രമീള, താങ്ക് യു സോ മച്ച്. SP17 ആണ് 690 690. അടുത്തത് SP18 ആണ്. അതേ സെയിം പാറ്റേൺ തന്നെ, വേറെ നല്ല ഇളം പച്ച, ഈ ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന കളറാണ്. നല്ല ഭംഗിയുള്ള പച്ച. നോക്കിക്കേ, ഇതും പച്ച ഇട്ടാൽ നല്ല ഭംഗിയാണ്. SP18 690 റുപ്പീസ്. SP18 18ാമത്തെ കോഡ് 690. SP18 18 690 റുപ്പീസ്. ഹായ് അഞ്ജു വഞ്ജു. SP18 690 കേട്ടോ, നല്ല ചെറുപയർ പച്ച. അടുത്തത് SP19 ആണ്. ഒറ്റ ലെയർ. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് 2 ലെയറിന്റെ ആണ്. ഇത് നമ്മൾ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ലെയറിന്റെ മാലയാണ്. ഇത് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റിംഗ് പർപ്പസും റിട്ടേൺ ഗിഫ്റ്റുമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന സെറ്റാണ്. SP19 670. SP90 ആണ് 670 റുപ്പീസ്. 670 രൂപ. 8 പിടി. കുറച്ചും കൂടെ വലിയ ബീഡ്സ് ആണ് കേട്ടോ. മറ്റേ ഡബിൾ ലെയറിനകത്ത് വരുന്ന ബീഡ്സിന്റെ അതേ വലിപ്പമല്ല, ഇത് കുറച്ചും കൂടെ വലുതാണ്. SP19 670 കേട്ടോ. SP19 19ാമത്തെ കോഡാണ്. 670 റുപ്പീസ്. SP19 19. അടുത്തത് SP20 ആണ്. എഗെയിൻ അതിന്റെ തന്നെ സിംഗിൾ ലെയർ തന്നെ. ഇതിപ്പോ ഞാൻ മുന്നേ കാണിച്ച നല്ല ബ്ലഡ് റെഡ് ഷെയ്ഡാണ്. ഇത് നല്ല നല്ല മെറൂൺ ഷെയ്ഡാണ്. എഗെയിൻ ഒറ്റ ലെയർ ആണ്. 670 റുപ്പീസ്. SP20 SP20 ആണ്. 20ാമത്തെ കോഡാണ്. നല്ല ബ്ലഡ് റെഡ് കളറാണ്. സോറി, നല്ല മെറൂൺ ഷെയ്ഡാണ്. ആദ്യത്തെ കാണിച്ചത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ കളറിന്റെ? അപ്പൊ SP19 ബ്ലഡ് റെഡ് ആണ്, ഇത് നല്ല മെറൂൺ ആണ്. SP20 സെയിം റേറ്റും ആണ് കേട്ടോ. 670 റുപ്പീസ്. 670 രൂപ. 670. അടുത്തത് SP21 ആണ്. ഇത് കുഞ്ഞ് കരിമണിമാല, സിമ്പിൾ ആയിട്ടുള്ള 1 ലെയർ ആയിട്ടുള്ള കരിമണിമാലയാണ്. SP21 ആണ്. 520 റുപ്പീസ്. 520. SP21 1 ലെയർ ആയിട്ടുള്ള ചെറിയ ബീഡ്സിന്റെ കരിമണിമാലയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ ബീഡ്സ് ഇങ്ങനെ വരുന്നുണ്ട്. SP21 520 520 രൂപ. SP21 21 520 റുപ്പീസ്. SP21 ആണ്. സിംഗിൾ ആയിട്ടുള്ള കരിമണിമാലയാണ് കേട്ടോ. ഒറ്റ ലെയറിന്റെ കരിമണിമാല. SP21 ഇട്ട് കഴിഞ്ഞാൽ ദേ ഇത്രയേ ഉള്ളൂ കട്ടി. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഈ മംഗൾസൂത്രയൊക്കെ ഇടുന്ന ടൈപ്പുള്ള, അതിലും അത്രയും കുഞ്ഞതല്ല, കുറച്ചുകൂടെ വലിപ്പമുണ്ട്. SP21 ആണ്. 520. അടുത്തത് SP22 ആണ്. പണമാലയാണ് ഇനിയുള്ള 3 എണ്ണവും വരുന്നത്. ദേ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗോൾഡിന്റെ കളർ വരുന്ന 8 പിടിയുടെ പണമാല. പിന്നെ പണമാല ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ പറയാറുള്ളതല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലൈവിൽ ഞാൻ നമ്മുടെ പണമാലയുടെ കാര്യം ഞാൻ അങ്ങനെ ലൈവിൽ എടുത്ത് മെൻഷൻ ചെയ്യാറില്ല. പക്ഷെ ഒരു കസ്റ്റമർക്ക് അവർക്കതൊരു അറിയില്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നം വന്നത് കാരണം പിന്നെ ഞാൻ പറയാൻ തുടങ്ങി. കാരണം നമുക്ക് പണമാല എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇട്ടാലേ ഉള്ളൂ ഇതിനകത്ത് ഈ ദേവിയുടെ പ്രിന്റ് നേരെ ഇരിക്കുള്ളൂ കേട്ടോ. അതല്ല നിങ്ങൾ ലോക്കറ്റായിട്ട് നിങ്ങൾ ഇടുവാണെങ്കിൽ, ലോക്കറ്റുമായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ദേവിയുടെ ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ടേ കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് അങ്ങനെ ലോക്കറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് രണ്ടും നേരെ ആയി എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്യേണ്ടി വരും. പക്ഷെ നോർമലായിട്ടൊരു മാലയായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പണമാല ഇത് ഇങ്ങനെ കിടക്കും കേട്ടോ. ദേവിയുടെ പ്രിന്റ് ഇങ്ങനെ അത് നമ്മൾ ഒരേ രീതിയിലാണല്ലോ ഉണ്ടാക്കി വരുന്നത്. ഇതിങ്ങനെ നേരെ നിൽക്കുന്നു, അതിങ്ങനെ ഇങ്ങനെ 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 വരുന്നു. ഓക്കെ, അപ്പോൾ പണമാല ഇതാണ്. ഒരൊറ്റ പണം വന്നിട്ട് 3 ലെയർ 3 ബീഡ്സ് വരുന്നുണ്ട്, 3 ഗോൾഡൻ ബീഡ്സ് വരുന്നുണ്ട്. എന്നിട്ട് അടുത്ത പണം, ഇതാണ് പണമാല. ഇത് ഗോൾഡ് ആണ്, ഫുൾ ഗോൾഡ് ആണ്. SP22 890 റുപ്പീസ്.
ഫുൾ ഗോൾഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗോൾഡൻ ബീഡ്സും ഗോൾഡൻ കാശിന്റെ കളറുമാണ് കേട്ടോ. ഇതിന്റെ വേറെ കളറും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഗോൾഡ് ഷെയ്ഡിന്റെ ആണ്. SP22 8 പിടി 890 റുപ്പീസ്, 890. ഹായ് ഗീത ഹരികുമാർ. അടുത്തത് SP23 ആണ്, നല്ല കരിമണിയുടെ പണമാല. കരിമണിയുടെ പണമാല SP23 ആണ്, അതും 890 റുപ്പീസ്. കരിമണിയുടെ പണമാല. ഓക്കെ, SP23 890. SP23 നല്ല ബ്ലാക്കിന്റെ കരിമണി പണമാല. SP23 890. SP23 890 കരിമണിയുടെ പണമാല. നല്ല ഭംഗിയാണ് കരിമണിയുടെ പണമാല. നമ്മൾ ഇടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. പണവും കൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം നല്ല ഭംഗിയായിരിക്കും. SP23 ആണ് കാണിച്ചത്. അടുത്തത് SP24 ആണ്, ലാസ്റ്റ് സെറ്റാണ്. ഇത് 10 പിടിയുടെയാണ് കേട്ടോ. ഇത് 10 പിടിയുടെ ഗോൾഡിൻ നല്ല മെറൂൺ ബീഡ്സിന്റെ പണമാലയാണ്. അർച്ചന ടുഡേസ് കളക്ഷൻസ് പൊളി, സ്പെഷ്യലി ഇത് കളേഴ്സ്. താങ്ക് യു വെൽമേച്ചി. ഞാൻ അതാ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ് ആയിട്ട് നമ്മളത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ്. വേറൊരു കാര്യം, ഇത് പാർട്ട് 1 മാത്രമാണ് സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസിന്റെ. ഇനി ഒരു പാർട്ട് 2 വരുന്നുണ്ട്, പക്ഷെ അത് ഉടനെ ഒന്നും കാണില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. സുഖമായിരിക്കുന്നു ആന്റി, ഒരു കുഴപ്പമില്ല. ഇവിടെ നല്ല മഴ, ഇപ്പം മഴ ഒന്ന് തോർന്ന് നിൽക്കുന്നു, പക്ഷെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇത് SP24 ആണ്, നമ്മുടെ ഈ മെറൂൺ റെഡിന്റെ 10 പിടിയുടെ മാലയാണ്. നോക്കിക്കേ, 10 പിടിയുടെ മെറൂൺ റെഡിന്റെ 10 പിടിയുടെ പണമാല. SP24 990 റുപ്പീസ്. ഓക്കെ, തീർന്നു ഉദയദാസ്, കഴിഞ്ഞു. SP24 വരെയായിരുന്നു, 24 എണ്ണമായിരുന്നു, 24 എണ്ണമായിരുന്നു ഇന്നത്തെ ലൈവിലുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കാണുക. സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ് ആയതുകൊണ്ട് തന്നെ ഓഫർ നല്ലപോലെ നമ്മൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്, അതും സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതിരിക്കുക. പിന്നെ നാളെ മുതൽ നമ്മൾ നമ്മളുടെ ഓണം സെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നാളത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. നാളത്തെ ലൈവ് മോസ്റ്റ്ലി 3 മണി ആ റേഞ്ച് തന്നെ ആയിരിക്കും. അപ്പോൾ നാളത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത്. ഞാൻ അതുകൊണ്ടാണ് സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ് എന്ന് കൊണ്ടുവരാൻ കാര്യം തന്നെ. കാരണം അത് ഓണത്തിന്റെ ഭാഗമാക്കാതിരിക്കാൻ. ഓണത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് എന്തായാലും കുറച്ച് ജങ്കി കളക്ഷൻസ് വേണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ സിമ്പിൾ ചെയിൻസ് കാണിച്ചു. 24 എണ്ണമായിരുന്നു. ഇപ്പൊ കയറിയവർ എന്തായാലും ഒന്നും കൂടെ ഷെയർ ചെയ്തിട്ട് കാണുക. ഓക്കെ, ലേറ്റ് ആയിപ്പോയി നിഷ, നോ പ്രോബ്ലം. ഇപ്പൊ കഴിഞ്ഞു. ഒന്നും കൂടെ ആരും പോലും കണ്ടാൽ മതിയെ. കോഡ് വെച്ച് നോട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യാൻ. പിന്നെ പ്രധാന കാര്യം മറന്നുപോയി, എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കളർ വാറന്റി ആണ് കൊടുക്കുന്നത്. 1 ഇയർ കളർ വാറന്റി, പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്തിൻ ഇന്ത്യ കേട്ടോ. എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. ഓക്കെ, കളർ വാറന്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഡാമേജ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദയവ് ചെയ്ത് അത് അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ അറ്റ്മോസ് കെയർ യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും തുടച്ച് വെക്കുക. സോപ്പ് ഉപയോഗിച്ച് കഴുകുക, അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. വേർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒപ്പി വെക്കുക കേട്ടോ. പരമാവധി നമ്മളത് എന്താ പറയണ്ടേ, അത് മോയ്സ്ചർ കണ്ടന്റ് ഏൽക്കാതെ, ഇപ്പൊ പ്രത്യേകിച്ച് മഴയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും മോയ്സ്ചർ കണ്ടന്റ് അധികം നിൽക്കാത്ത രീതിയിൽ പഞ്ഞിയിൽ സൂക്ഷിക്കുക. പഞ്ഞി ആണെങ്കിൽ തന്നെ ഈ ജ്വല്ലറിക്ക് ഇടയ്ക്ക് കയറി പിടിക്കാത്ത രീതിയിൽ അത് അത്രയും സൂക്ഷ്മമായിട്ട് വെക്കുക. ഓക്കെ, നാളത്തെ ഐറ്റംസ് നമ്മൾ അറിയിക്കാം കേട്ടോ. നമ്മൾ മോസ്റ്റ്ലി ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആയിരിക്കും. ചെയിൻ വിത്ത് പെൻഡന്റ് കളക്ഷൻസ് ആയിരിക്കും. ഈ നമ്മുടെ ഈ പ്രിന്റുള്ള ദേവിയുടെ ഒക്കെ പ്രിന്റുള്ള ടൈപ്പുള്ള പെൻഡൻസ്, അല്ലാത്ത ടൈപ്പ് പെൻഡൻസിന്റെ ഒക്കെ ചെയിൻ വിത്ത് പെൻഡന്റ് കളക്ഷൻസ് ആയിരിക്കും മോസ്റ്റ്ലി. അതേതാന്നുള്ള കാര്യം ഉറപ്പിക്കാം, പ്രൊമോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹായ് അമ്പിളി രാജേഷ്. ഇപ്പൊ കുറെ പേര് കയറിയിട്ടുണ്ട്. അപ്പം എന്താണെന്ന് എനിക്കറിയില്ല, നോട്ടിഫിക്കേഷൻ കിട്ടിയത് താമസിച്ചിട്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ ലൈവ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നാളത്തെ ലൈവ് ഏതാന്നുള്ള കാര്യം അറിയിക്കാം. ഓണം സെയിൽ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഇപ്രാവശ്യം ഒത്തിരി എക്സൈറ്റിംഗ് പ്രൈസസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ആരും മിസ് ചെയ്യരുത്. ഗീവ് അവേ കോൺടെസ്റ്റും ഒക്കെ ഉണ്ട്. ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈവിനകത്ത് നമ്മളൊരു കോൺടെസ്റ്റ് പോലെ നമ്മൾ ലൈവിനകത്ത് വെച്ച് തന്നെ നമ്മളൊരു കോൺടെസ്റ്റ് പോലെ റൺ ചെയ്യും. അപ്പോൾ ആ കോൺടെസ്റ്റിന് അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയൊക്കെ പല നമ്മൾ വിന്നിങ് പ്രൈസസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും ഒത്തിരി ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഓണത്തിന്. അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇപ്രാവശ്യത്തെ ഓണം സെയില്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ. കലാകുമാരി ഹായ്, ടാറ്റ. നാളെ കാണാം കേട്ടോ.